സ്തോത്രം സ്തോത്രം സ്തോത്രം. അനുവാനം മനസ്സിലുള്ള രക്ഷയുടെ ദൈവമേ സുഖിയ നല്ല പിതാവേ, ഒരു സ്വന്തോടെ നീദാനമായി തന്ന ഓർമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഈ സന്ധ്യാസമയത്ത് ആലയത്തിൽ വന്ന് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് തന്ന കൊള്ളക്കാര സ്തോത്രം കർത്താവേ. ഈ പകരന്തോട് അടികളെ കാത്തു പരിപാലിച്ച നല്ല നാഥ, എൻ്റെ കൃപ അടിനോട് മേലും അടികളെ എല്ലാ ഭവനങ്ങളിലും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമായ കർത്താവേ, വന്ന മക്കളെ പ്രത്യേകങ്ങൾ പരമേൽപ്പിക്കുന്നു. വരാനുള്ളവരെ വേഗം കൂട്ടിവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ അപ്പൻ്റെ പാദവീട്ടിനിടയിൽ ഇരിക്കുകയാണ് കർത്താവേ. ദൈവമേ, എൻ്റെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ പരമേൽപ്പിക്കാനല്ലാ കഴിയുന്നതിലോ ഒന്നുമില്ല നാഥ. ദൈവമായ കർത്താവ് തന്നതല്ലാതെ ഒന്നുമില്ല നാഥ. ദൈവമേ, ഈ ആലയവും പരിസരത്തിൻ്റെ രക്തത്താൽ മുട്ടിയിട്ട് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആലയത്തിൻ്റെ നാലത്തിലും എൻ്റെ അപ്പൻ്റെ കാവലും കരുതലും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, എൻ്റെ മക്കൾക്ക് ഈ വരുവാനുള്ള കൃപ കൊടുക്കണം കർത്താവേ. അതുപോലെ കാലാവസ്ഥയൊക്കെ ഉണ്ട് ദൈവമേ, എന്നോട് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാണ് കർത്താവേ. ദൈവമേ, ആരും പിടിച്ചിരിക്കാൻ ഇടയാക്കണമേ. എല്ലാവരും വന്ന് കൂടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അന്ന മക്കളെ പേരുപേരായ ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ കാവലും കരുതലും എല്ലാം മക്കളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനായ കുടുംബമായി അനുഗ്രഹിക്കണമെന്ന് കർത്താവിനെ പ്രിയപ്പെട്ടവരെ ദാനം പത്ത് മക്കളെ വീടുകളെ ദൈവകരങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവരൊക്കെ ആയിരിക്കുന്നതൊക്കെയും ദൈവകരങ്ങൾ അവരൊക്കെയും കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വനിതാമയെ പുത്രത്തൊഴിലാത്മാവിനെത്തുന്നതിനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എൻ്റെ വചനം കേൾക്കുവാൻ കർത്താവ് ആത്മാവോട് അടികൾ കാത്തിരിക്കുന്ന കർത്താവ്. എൻ്റെ വചനത്തിൽ പ്രത്യാശയുള്ളവരായി നീക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വനിതാവിനെ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നേടുന്ന തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവിനോട് പുത്രനും വിശ്വസിക്കുന്ന നിത്യജീവനെന്ന് അറിയുന്ന കർത്താവ്. ദൈവത്തെ അവകാശമാക്കി അടികളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ, യഥാർത്ഥ ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള വീട്ടുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്ന കർത്താവ്. ദൈവമായി കിടക്കുന്ന മക്കളെ തിരക്കങ്ങൾ പരമേൽപ്പിക്കുന്ന കർത്താവ്. മരണത്തിൽ ഏൽപ്പിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കർത്താവ്. ഒന്നിന് പ്രശംസിക്കും വീഴ്ചയ്ക്കോടെ ഇല്ല കർത്താവെ. ദൈവം തന്ന ദാനങ്ങളല്ലാതെ നീരോട്ട് ഒന്നുമില്ല നാഥ. അപ്പോൾ ഇതാവുന്ന കുടുംബത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിപ്പാൻ ദൈവങ്ങളെ യോഗ്യരാക്കാൻ അവിടുത്തെ കുടുംബത്തിൽ നോക്കിയവരാരും എത്തിച്ചു തോന്നില്ല. ദൈവങ്ങളുടെ നിലവിളി അവിടെ ശബ്ദം വെച്ച് കേട്ട് ഉത്തരം തരുന്ന ദൈവം അദ്ദേഹം കൊണ്ടുവന്നതിലും വിശ്വസിക്കുന്ന കർത്താവ്. ശ്വാസത്തോടുകൂടി പ്രാർത്ഥനയിൽ ഭക്തിക്കാൻ നടത്തിയ ശബ്ദത്തിലെ ദൈവമേ, ശ്വാസത്തിൻ്റെ നായകനും ബോധവന്തനായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിപ്പാൻ വേണ്ടിയുള്ള സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കൂട്ടായ്മ അനുഗ്രഹമായിട്ട് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. കൂട്ടായ്മ ഒഴുകുവാനും എൻ്റെ കർത്താവിൽ ഇരിക്കാനും ശക്തമാവുന്ന സഹായിച്ച് വൻപടിയോർത്തരണം എന്നെ ശ്രദ്ധിക്കുന്ന കർത്താവ്. ദൈവമേ, അവനല്ലാതെ ജീവിതത്തിൻ്റെ കർത്താവ്. ആ ദൈവത്തെ പ്രത്യാശയോടെ ആയിരിക്കാൻ അപ്പോൾ സ്വത്ത് സഹായിക്കണമേ. ദൈവം എത്രയും വേഗം വരാനുള്ളവരെ കൊണ്ട് വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവങ്ങളുടെ പ്രാർത്ഥന യാതൊരു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഉത്തരം നൽകിക്കാൻ പോകണം. സകലമാനോട് എൻ്റെ കർത്താവ് കിട്ടണമേ. അതുപോലെ ഞങ്ങൾക്ക് ദൈവങ്ങളുടെ ഉത്തരമാകണമേ. വാട്ടുകന്നി മനമേ എൻ പരനേ, വാട്ടുകന്നി മനമേ, വാട്ടുകന്നി മനമേ എൻ പരനേ, വാട്ടുകന്നി മനമേ, വാട്ടുക തൻ ശുദ്ധനാമത്തെ പേർത്ത് പത്തിവൻ തന്നുപകാരത്തെ ഓർത്ത്. വാട്ടുക തൻ ശുദ്ധനാമത്തെ പേർത്ത് പത്തിവൻ തന്നുപകാരത്തെ ഓർത്ത്. വാട്ടുക നീ മനമേ എൻ പരനേ, വാട്ടുക നീ മനമേ. നിന്നകൃത്യം പരനൊക്കെയും പോക്കി തിണ്ണമായ രോഗങ്ങൾ നീക്കി
നന്നാക്കി നിന്നകൃത്യം പരനൊക്കെയും പോക്കി പിന്നമരോഗങ്ങൾ നീക്കി നന്നാക്കി വട്ടുക നീ മനമേ എൻ പരനെ വട്ടുക നീ മനമേ നന്മയാൽ വായിക്കവൻ തൃപ്തിയെ തന്നു നവ്യമാക്കുന്നു നിൻ യൗവനമിന്ന് നന്മയാൽ വായിക്കവൻ തൃപ്തിയെ തന്നു നവ്യമാക്കുന്നു നിൻ യൗവനമിന്ന് വട്ടുക നീ മനമേ എൻ പരനെ വട്ടുക നീ മനമേ മക്കളിൻ കാരുണ്യം സാധനെന്നോണം ഭക്തരിൽ വാത്സല്യവാനവനൂനം മക്കളിൻ കാരുണ്യം സാധനെന്നോണം ഭക്തരിൽ വാത്സല്യവാനവനൂനം വട്ടുക നീ മനമേ എൻ പരനെ വട്ടുക നീ മനമേ പുല്ലിനു തുല്യമി ജീവിതം വയലിൽ പൂവെന്ന പോലിതു പോകുന്നതുലകിൽ പുല്ലിനു തുല്യമി ജീവിതം വയലിൽ പൂവെന്ന പോലിതു പോകുന്നതുലകിൽ വട്ടുക നീ മനമേ എൻ പരനെ വട്ടുക നീ മനമേ തന്നിയമങ്ങളെ കാത്തിടുന്നോർക്കും തന്നോട് ദാസർക്കും താണ്ടയ കാട്ടും തന്നിയമങ്ങളെ കാത്തിടുന്നോർക്കും തന്നോട് ദാസർക്കും താണ്ടയ കാട്ടും വട്ടുക നീ മനമേ എൻ പരനെ വട്ടുക നീ മനമേ നിത്യരാജാവിവനോർക്കുകിൽ സർവ സൃഷ്ടികളും സ്തുതിക്കുന്ന യഹോവ നിത്യരാജാവിവനോർക്കുകിൽ സർവ സൃഷ്ടികളും സ്തുതിക്കുന്ന യഹോവ വട്ടുക നീ മനമേ എൻ പരനെ വട്ടുക നീ മനമേ വട്ടുക നീ മനമേ എൻ പരനെ വട്ടുക നീ മനമേ 54 പ്രഭാതം എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനെ നീ എന്നവയും രക്ഷാസങ്കേതം എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനെ നീ എന്നവയും രക്ഷാസങ്കേതം നീ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം ഇനി നാളെ എന്താകും എന്നാൽ എന്തുകൊണ്ടിട്ട് ഇനി നാളെ എന്താകും എന്തുകൊണ്ടിട്ട് നിലവുകളെല്ലാം മുന്നേറാവൻ അറിഞ്ഞവനുള്ളിൽ ധൈര്യമാതേ നിലവുകളെല്ലാം മുന്നേറാവൻ അറിഞ്ഞവനുള്ളിൽ ധൈര്യമാതേ വഴി നടത്തി എത്ര അതിശയമാ നന്ദിയുണ്ടെന്നും വഴി നടത്തി എത്ര അതിശയമാ നന്ദിയുണ്ടെന്നും മതി എല്ലാം നന്മയ്ക്കായി
നൽകും നല്ലതാകണേ. നീ എന്നവരും എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം. നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം. നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം. നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം. മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോൻ സൈന്യം. എല്ലാം തകർന്നു, ഇനി ജീവിതം വേണ്ട. മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോൻ സൈന്യം. എല്ലാം തകർന്നു, ഇനി ജീവിതം വേണ്ട. ഈ ജനങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ആശകളെ. ഈ ജനങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ആശകളെ. വഴി നടത്തി എത്ര അതിശയമാ. നന്ദിയുണ്ടെന്നും നാദാനിൻ കൃപ മതി. വഴി നടത്തി എത്ര അതിശയമാ. നന്ദിയുണ്ടെന്നും നാദാനിൻ കൃപ മതി. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ. നീ എന്നവരും എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം. നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം. നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം. നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം. ലോകം മാറില്ല, ലോകം വിധിയെഴുതി. ശോകം നിറഞ്ഞു, മനം ഭീതിയിലായി. ലോകം മാറില്ല, ലോകം വിധിയെഴുതി. ശോകം നിറഞ്ഞു, മനം ഭീതിയിലായി. ആകുലങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനെന്ന് വിടുതൽ നൽകി. ആകുലങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനെന്ന് വിടുതൽ നൽകി. വഴി നടത്തി എത്ര അതിശയം. നന്ദിയുണ്ടെന്നും നാദാനിൻ കൃപ മതി. വഴി നടത്തി എത്ര അതിശയമാ. നന്ദിയുണ്ടെന്നും നാദാനിൻ കൃപ മതി. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ. നീ എന്നവരും എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം. നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം. നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം. നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം. 146. വരുവീനേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവേ. വരുവീനേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവേ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവേ. വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവേ. കൃപയാർന്നിടുക അവൻ പരമപദം ചേർന്നിടുക. കരളിൽ നടന്നതൻ ചരണം
മുമ്പിൽ നിൽപ്പവൻ തുണയായി വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ തുതിച്ചറിവിൻ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ തുതിച്ചറിവിൻ പരിശോധനകൾ വരികിൽ മനം പതറാശ്രയിച്ചിടുവാൻ ബലഹീനതയിൽ കവിയും കൃപമതിയും ആശ്രയിച്ചിടുവിൻ വരുവിൻ ദിനകൾ തീരും സകലവും ശുഭമായി വരുവിൻ ദിനകൾ തീരും സകലവും ശുഭമായി വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ അറിവിൻ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ തുതിച്ചറിവിൻ സ്നേഹിതരെ വെളിഞ്ഞാൽ അതു യേശുവിനോടു നീ പറഞ്ഞാൽ സ്നേഹിതരില്ല കുരിശിൽ പാടുകളും കരത്താൽ നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ തുതിച്ചറിവിൻ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ തുതിച്ചറിവിൻ ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാം അതിവേഗം അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും ലോകം വെറുത്തോർ വിലനാമം അറിയും ലോകം വെറുത്തോർ വിലനാമം അറിയും വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ ആത്മാവ് നമുക്ക് കർത്താവ് സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ 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 യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്റെ പാറയായുള്ളവരെ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിക്കാൻ തന്നെ. ദുഷ്ടന്മാരോട് അകത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ ദൈവയെയും അവർ വിവേചിക്കായക കൊണ്ട് അവൻ അവരെ പണിയാതെ വിധിച്ചു കളയും.
യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു. എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ച് എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ജയിച്ച് ജയിക്കും അവരെ വഹിക്കണമേ. രണ്ട് കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്ക്. 2 കൊരിന്ത്യർ 10:5. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും കുറിച്ച് പറയുന്നു. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്താൽ പിടിച്ചടക്കി. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 2 കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഒന്ന് സങ്കല്പങ്ങളെയും ഏത് വിധമുള്ള വിചാരങ്ങളെ പിടിച്ചടക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അതിനാൽ ആദ്യം പറഞ്ഞ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ, അവയാൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ പോരിൻ്റെ ആയുധമോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കാൻ ദൈവസന്നിധി ശക്തിയുള്ളവരുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധി ശക്തിയുള്ളവ നമ്മുടെ വിശ്വാസമാണ്. അങ്ങനെ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ സങ്കല്പങ്ങളെ ദൈവപരിജ്ഞാനത്തിനായി പൊങ്ങി വരുന്ന എല്ലാ യുവത്തിലും ഇടിയിടും. നമ്മളെ സങ്കല്പങ്ങൾ അത് എന്നെ ചിന്തിപ്പിച്ച 2 കാര്യങ്ങളാണ്. സങ്കല്പങ്ങളും ഏത് വിചാരങ്ങളും. ഏറ്റവും കൂടുതൽ അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും നമ്മുടെ ആവശ്യമില്ലാത്ത ചിന്തകൾ അധികമായി കിടന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചില സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ പുറകെ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നതിനെക്കുറിച്ചൊക്കെയും ഉള്ള കാര്യങ്ങളെക്കുറിച്ച് 2 കാര്യങ്ങൾ പറയാം. അവിടെ വിശ്വാസത്താൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന് പരിജ്ഞാനത്തിന് വിരോധമായി കൊണ്ടുവരുന്ന കുറച്ച് ഇടിച്ചു കളയുന്നു. അതായത് നമ്മൾ അധികമായി ചിന്തിക്കുന്ന ദൈവം സ്വപ്നം കാണും, അല്ലെങ്കിൽ കുറേ ആഗ്രഹങ്ങൾ മനസ്സിലിട്ടിങ്ങനെ അതിനെ തലോടിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ, അല്ലെങ്കിൽ ഏത് സങ്കല്പങ്ങളാണേലും അങ്ങനെ വരുന്നത് വിശ്വാസത്തിനാൽ നമ്മളിതിനെ ഇടിച്ചു കളയുന്നതിനെ കുറിച്ച് പൗലോസ് പറയാം. അതുകൊണ്ട് പറയുകയാണ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്താൽ പിടിച്ചടക്കി. പല വിചാരങ്ങളാൽ നമ്മൾ ഭാരപ്പെടുകയും അതുപോലെ പല വിചാരങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയുള്ള വിചാരങ്ങളെ ക്രിസ്തുവിനോടുള്ള അനുസരണത്താൽ അതിനെ പിടിച്ചടക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 18-19 അധ്യായത്തിൽ വാക്യത്തിൽ പറയുന്നു, വായിൽ നിന്ന് പുറപ്പെടുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാപം എവിടെ നിന്നുണ്ട്? അതിൽ പാപത്തിൻ്റെ ആരംഭം എവിടെയാണ്? അത് നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മൾ പാപം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു പാപം ചെയ്തൊരു പ്രകടമായ ഒരു പാപം ചെയ്യുമ്പോൾ നമ്മൾ ആ വ്യക്തിയല്ല പാപം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പാപം ചെയ്യുന്നു വിചാരിക്കുന്നു. പക്ഷെങ്കിൽ അതിൻ്റെ ആരംഭം അവിടെയല്ല, ഹൃദയത്തിലാണ്. ഹൃദയം നിറഞ്ഞു കവിയുന്നത് പാപം സ്ഥാപിക്കുന്നു. നമ്മളൊരു തെറ്റ് വായിൽ നിന്ന് വരുമ്പോൾ അപ്പോൾ തെറ്റ് സംഭവിച്ചു, നല്ല പാപം സംഭവിച്ചു എന്നാണ് നമ്മൾ അല്ലെങ്കിൽ പൊതുവെ എല്ലാവരും തരും. പക്ഷെ അങ്ങനെയല്ല ദൈവം നമ്മളോട് പറയുന്നത്. ഹൃദയം നിറഞ്ഞു കവിയുന്നത്, അത് നിറഞ്ഞു കവിഞ്ഞില്ലെങ്കിൽ പോലും അത് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ പാപമാണ് വെളിയിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലാണ് പാപം സംഭവിക്കുന്നത്. ആ പാപത്തെ പിടിച്ചടക്കണമെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങളെയും പല ചിന്താഗതികളെയും ചില വിചാരങ്ങളെയൊക്കെ നമ്മൾ പിടിച്ചടക്കേണ്ടതാണ്. അതിനെ ജയിക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട്. അതായത് ജയിച്ചില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ പാപം നമ്മൾ പൂർണ്ണമായി മാറുവാൻ സാധിക്കും. ഈ ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ പിന്നെയും കിളിർത്ത് വരുന്നത് പോലെ പുറമേ കണ്ടില്ലെങ്കിലും അത് അകത്തുനിന്ന് കിളിർത്ത് വരുവാൻ തക്കൊണ്ടിടയായി. അതുകൊണ്ട് നമ്മൾ പാപത്തെ ജയിക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ ശുദ്ധി, ചില വിചാരങ്ങൾ അത് മറ്റൊരാൾക്ക് നമുക്ക് പറഞ്ഞതൊന്നും ചെയ്യും. നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ എടുക്കേണ്ട തീരുമാനം അതിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് കാര്യമുണ്ട്. അത് തന്നെ അതിൻ്റെ ബാക്കി പറയുന്നു, 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വായിൽ നിന്ന് പുറപ്പെടുന്ന ഹൃദയത്തിൽ നിന്ന് വരുന്നു, അതും മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ സുചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു, മനുഷ്യനെ അശുദ്ധമാക്കുന്ന ഇവയാണ്. ഇത് പുറമേ കാണുന്ന
പാപങ്ങളാണെങ്കിൽ തന്നെയും അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വന്നാൽ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് വെളിയിലോട്ട് വരുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർ കാണുന്നത്. അല്ലെ പാപമായിട്ട് മറ്റുള്ളവർ കാണുമെങ്കിൽ സ്വർഗം നമ്മളെ കാണുന്ന ഹൃദയത്തിൻ്റെ അന്തരംഗം കാണുന്നതായ നമ്മുടെ കർത്താവ് ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ പറയുകയാണ് നമ്മുടെ ചിന്താഗതികൾ ശരിയല്ല. അത് എൻ്റെ വ്യക്തികൾ എനിക്ക് കുറേ ദിവസമായി ചിന്തയിൽ വന്നൊരു കാര്യമുണ്ട്. ഇത് വെച്ച് ഞാൻ എന്നെ ശോധന ചെയ്തപ്പോൾ ഞാൻ ഇതുവരെയും ശരിയായിട്ടില്ല എന്നൊരു ചിന്താഗതിയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഈ വിചാരങ്ങളെയും ഈ സങ്കല്പങ്ങളെയും ഒന്നും പൂർണ്ണമായി പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ജീവിതത്തിൽ ഇടയാക്കുന്നില്ല. പാപങ്ങൾ ഇപ്പോഴും ആ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന പുറമേ ഉള്ള മനുഷ്യന് കാണാൻ സാധിക്കുന്നെങ്കിലും പുറമേ കാണുമ്പോൾ കുഴപ്പമില്ലാതെ മറ്റുള്ളവർ പറയത്തക്ക രീതിയിൽ ജീവിച്ചാലും ഹൃദയത്തെ കാണുന്ന ദൈവത്തിന് മുമ്പിൽ അത്രത്തോളം ഞാൻ അയ്യോ കഷ്ടമെന്ന് പറയാനല്ലാതെ ജീവിതത്തിൽ ഒന്നും ഇടയാകുന്നില്ല. അതുപോലെ തന്നെ എബ്രായരുടെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുകയും. നമുക്ക് ദുഷ്ടഹൃദയം നമ്മുടെ ഉള്ളിൽ ആരോടാണ് പറയുന്നത്? വിശ്വാസികളായ സമൂഹത്തോട് പറയുന്നത്. അത് നമ്മളോട് തന്നെ കർത്താവ് പറയും. നമ്മൾ ഈ ഇടയ്ക്ക് എല്ലാം ചിന്തിച്ചു നിരക്ഷിക്കപ്പെട്ടവരുടെ മാനസാന്തരം. അത് നമ്മുടെ ജീവിതത്തിൽ അത് രക്ഷിക്കപ്പെട്ടു പിന്നെ മാനസാന്തരം വേണമെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യം നമ്മൾ ബോധിപ്പിക്കുക. അത് നമുക്ക് വീണ്ടും വീണ്ടും കാരണം നമ്മൾ മനുഷ്യരാണ്, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, 100% സാധ്യതയുണ്ട്. അത് അതിൽ നിന്ന് പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഉറപ്പുള്ളവരായിരിക്കും. അവിടെ പറയുകയാണ് ദുഷ്ടഹൃദയം നിങ്ങളാക്കുന്നുണ്ട്. അത് നമുക്ക് ദുഷ്ടഹൃദയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സാധ്യത നമ്മൾ കാണണം. ആ സാധ്യത കാണാൻ നമ്മളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുക. കാരണം ഈ ദുഷ്ടഹൃദയം വന്നാൽ ദൈവത്തെ ത്യജിച്ചു കളയും. അത് പുറമേ ഒന്നും ആരും കാണത്തില്ല. കാരണം ദൈവവചനം പറയുന്നു കർത്താവിൻ്റെ വരവിൽ വിശ്വാസികളെ കണ്ടെത്തുന്നുവെന്ന്. അതായത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൽ ക്രിസ്ത്യാനികളില്ല എന്നോ സഭകളില്ല എന്നോ ഒന്നും കൂട്ടായ്മകളില്ല എന്നോ ആരും ചിന്തിക്കണം. കാരണം ഉണ്ട്, പക്ഷേ അവരുടെ ഇടയിൽ വിശ്വാസികളില്ല, കർത്താവിൻ്റെ ശിഷ്യന്മാരുണ്ടായിരിക്കില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുപോലെ തന്നെ കാണും. പക്ഷെങ്കിൽ വിശ്വാസമുള്ള ഒരു ജനം അല്ല ഒരു വ്യക്തി അവിടെ കണ്ടെത്തുമെന്ന് കർത്താവ് നോക്കുവാണ്. ഹൃദയങ്ങളെ നോക്കുന്ന കർത്താവാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ദുഷ്ടഹൃദയമുള്ള ദൈവത്തെ തിരിച്ചു കളയും. അത് നമുക്ക് ദുഷ്ടഹൃദയം നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മളെ തന്നെ വിഷയം. ഒരാളെ നമുക്ക് വിധിക്കുവാനോ അല്ലെങ്കിൽ പരിശോധിക്കാനോ നമുക്ക് ആകില്ല. ഈ വചനം മുഴുവൻ അത് പറയുമ്പോൾ പറയുമ്പോൾ നിങ്ങൾ ആരെക്കുറിച്ചല്ല എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കാനാണ് ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പറയുമ്പോൾ നമ്മൾ ബഹുവചനത്തിൽ പറയുന്നത് മാത്രമല്ല, വളരെ ഓരോരുത്തരും അവനോട് വ്യക്തിപരമായി എടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ദൈവം നമ്മോട് പറയുന്നത്. ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുക. എങ്ങനെയാണ് ദുഷ്ടഹൃദയം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്? അത് 2 കൊരിന്ത്യർ അതിൻ്റെ 13-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുകയും. നമ്മളെ തന്നെ പരീക്ഷിക്കുവാനാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുകയും നിങ്ങളെ തന്നെ ശോധന ചെയ്യുകയും. നമ്മൾ 2 കാര്യം നമ്മളെ തന്നെ പരീക്ഷിക്കുകയും നമ്മളെ തന്നെ ശോധന ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്നൊരിക്കൽ ക്രിസ്തു നിങ്ങളിലുണ്ട്. നമ്മൾ പരിശോധിച്ച് നമ്മൾ കണ്ടെത്തണം നമ്മൾ കൊള്ളരുതാത്തവരാണോ കൊള്ളുന്നവരാണോ. മറ്റുള്ളവരല്ല അല്ലെ മറ്റുള്ളവരെക്കുറിച്ച് നമുക്ക് പറയാൻ അവകാശമില്ല. നമ്മളെക്കുറിച്ച് നമ്മൾ കണ്ടെത്തേണ്ട കാര്യമാണ്. അതെങ്ങനെ? കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ നിന്ന് നമ്മൾ ഹൃദയങ്ങളെ ശോധന ചെയ്യണം. നമ്മളിൽ പരീക്ഷിച്ച് അതുപോലെ തന്നെ ശോധന ചെയ്ത് കുറവുകൾ എവിടെയുണ്ട്, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന കുറവുകൾ എവിടെയാണ്, ആ കുറവുകളെ കണ്ടെത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയാകണം. അങ്ങനെ ശോധനകൾ കണ്ടെത്തുമ്പോഴാണ് അയ്യോ നമ്മുടെ വിശ്വാസത്തിൽ എവിടെയൊക്കെ നമ്മൾ പാളിപ്പോയി എന്ന് നമ്മൾ നിശ്ചയമായി തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിയുകയും അവിടെ തിരുത്തുകയും വേണം. നമ്മൾ മനുഷ്യരാകുമ്പോൾ പലപ്പോഴും തെറ്റുകൾ സംഭവിക്കുമെങ്കിലും ഈ അനുദപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാനും നമ്മൾ വീണ്ടും കർത്താവിനോട് ഉറച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാക്കണം. എന്തിനാണ് നമ്മൾ ഈ കൂടുവലുകളൊക്കെ നമ്മൾ കൂട്ടായ്മകളൊക്കെ ആചരിക്കുക, എന്നും കർത്താവിൻ്റെ വചനത്തിലിരിക്കുക. നമ്മൾ എന്നും അന്ത്യം വരെ ഈ ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ ഈ കർത്താവിന് മുമ്പിൽ നമ്മൾ പരിശോധിക്കപ്പെട്ട് അന്ത്യം വരെയും കർത്താവിന് വേണ്ടി ഓടണം. മരണം വരെയും കർത്താവിന് ഉറച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഹൃദയങ്ങളെ ശോധന ചെയ്ത് നമ്മുടെ തെറ്റുകളെ നാം കണ്ടെത്തി അതിനെ തിരുത്തപ്പെടണം. അത് ദൈവത്തിന് മുമ്പിൽ തിരുത്തപ്പെടുക തന്നെയാണ്. മറ്റുള്ളവരെന്ത് പറയുക അല്ലെ മറ്റുള്ളവരെ തിരിക്കാനും നമ്മളോട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഓട്ടം സ്ഥിരതയോടെ ഓടിയില്ലെങ്കിൽ നമ്മൾ നിത്യത നഷ്ടപ്പെട്ടു വരും. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 2-ാമത്തെ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നത ഭാവമുള്ള എല്ലാത്തിനുമേലും നികളമുള്ള എല്ലാത്തിനുമേലും വരും, അവർ താണുപോകും.
ഇതെല്ലാം കർത്താവിൻ്റെ ആ സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർഭവും ഉന്നതവും ഉള്ളവ എല്ലാത്തിന്മേലും നികളവും എല്ലാത്തിന്മേലും വരും. അവ താണുപോകും. ലെബനോനിലെ പൊക്കമുള്ള ഉയരവും സകല ദേവതാർക്കുമേലും ബലാസിൻ്റെ പതിനൊന്നാമത്തെ വാക്യം. മനുഷ്യരുടെ നീളമുള്ള കണ്ണ് താടും, പുരുഷന്മാരുടെ ഉന്നത ഭാവവും കുനിയും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതമായിരിക്കും. അന്ത്യനാളിൽ കർത്താവിൻ്റെ നാമം മാത്രം ഉന്നതമായിരിക്കും. നമ്മൾ അവിടെ ശോധന ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ നികളമുള്ളതും എല്ലാ ഹൃദയങ്ങളെയും കർത്താവോടെ ശോധന ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യും. അന്നേരം നമ്മൾ ജീവിക്കുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടണം. കർത്താവിൽ മരിച്ച മൃതന്മാർ ആദ്യം ഉയർത്തെഴുന്നേക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് മരിച്ച മൃതന്മാർ ഉയർത്തെഴുന്നേക്കണം, അല്ലെങ്കിൽ കർത്താവിൽ ജീവിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യം. ശിഷ്യനായി കർത്താവിനെ അന്ത്യം വരെ പിൻപറ്റുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുകയും നമ്മുടെ സങ്കല്പങ്ങളെയും നമ്മുടെ ചിന്താഗതികളെയും നമ്മുടെ സ്വപ്നങ്ങളെയും നിരൂപണങ്ങളൊക്കെയും നമ്മൾ ശോധന ചെയ്ത് എവിടെയൊക്കെ നമ്മൾ തെറ്റിപ്പോയിരിക്കുന്നു, എവിടെയൊക്കെ നമ്മൾ തെറ്റിപ്പോയിരിക്കുന്നു കർത്താവിന് മുമ്പിൽ മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തി ശോധന ചെയ്ത് വീണ്ടും നമ്മൾ പുതുക്കത്തോടെ കർത്താവിന് സന്നിധിക്കണം. അങ്ങനെ കർത്താവ് നമ്മൾ ഓരോരുത്തരെ സഹായിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് വരുന്ന സാധിച്ച് കടന്നു പ്രാർത്ഥിക്കണം. ഏതാനും 1 മണിക്കൂർ മുന്നേ തോന്നുന്നില്ലേ, പുതുപ്പള്ളിയിൽ വെച്ച് പുറത്തുഞ്ചില മോളിയാൻ്റിയുടെ മകൻ റോഷിൻ്റെ അമ്മായിമ്മ ലീലാമ്മയാൻ്റി സഞ്ചരിച്ചിരുന്ന ഓട്ടോ മകനാണ് ഓടിച്ചിരുന്നത്. മകളുണ്ടായിരുന്നു. ലീലാമ്മയാൻ്റി തെറിച്ച് വീണ് ബോധമില്ലാതെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പം കുഞ്ഞോഞ്ചാനും ഡാനിയും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ലീലാമ്മേൻ്റെ വിധവയാണ്, മകൾ വിധവയാണ്. മകളുടെ മക്കൾ ലീലാമ്മേൻ്റെ കൂടെ നിന്നാണ് പഠിക്കുന്നത്. ലീലാമ്മേൻ്റെ വർഷങ്ങളായിട്ട് വെള്ളൂരെ സാധ്യപ്പെടുത്തേണ്ട കൂട്ടായ്മയിൽ പോകുന്നതാണ്. നമ്മുടെ ഇവിടെയൊക്കെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ലീലാമ്മേൻ്റെ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. മോളിയാൻ്റി പറഞ്ഞത് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ കർത്താവ് മരണത്തിന്മേൽ നീക്കുപോക്ക് കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് നമുക്ക് ലീലാമ്മയാൻ്റി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമെൻ യാചന നൽകുമേനെ, യേശുവിൻ മൂലമെൻ സന്ധ്യായ സമയത്ത് കർത്താവെ പല ദേശങ്ങളിലെ പല ഭവനങ്ങളിലായി കർത്താവെ ഈ ആരെയും കണ്ണിൽ കർത്താവെ കർത്താവെ ഈ ആരെയും പരിസരേഷന്റെ രക്തകാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാക. ഒരു ദുഷ്ടടുക്കാ ശത്രുവിടാതെ രക്തകോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ കാലം കർത്താവെ ഞങ്ങളെ വരാമാവുന്ന ആപത്തിൽ നിന്ന് ലോകത്തിരിക്കുന്നു സുഖത്തിൽ നിന്നൊക്കെ വീഴ്ച പിടിച്ച് കൂടി വരുത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. 2-3 വേഷന്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കാവുന്ന വാഗ്ദാന കർത്താവ് നാട്യങ്ങളുടെ മധ്യത്തിലും കടന്നു വന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. പാടുവാനും പ്രാർത്ഥിക്കാനും കർത്താവെ ധ്യാനിക്കാനും ഒക്കെ തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയെ കഴിയുന്ന ഓരോരുത്തരെയും ഒന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരങ്ങളിലേക്ക് അടികളെ ഓരോരുത്തരെയും കാഴ്ചയേൽപ്പിക്കുന്നപ്പ ഒരു ചെറിയ കൂട്ടമായ പാതവെടുപ്പിലേക്ക് അടികൾക്ക് കടന്നു വരുവാൻ എന്നെ അവൻ എനിക്ക് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. കരങ്ങളിലേക്ക് ഓരോ മക്കളെയും പേരുപേരായി അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. ഇന്നവസരമില്ലാത്താവെ യോഗ്യതയില്ലായ അടികളെ കർത്താവ് വിളിച്ച് തിരിച്ച്
അവിടുത്തെ മക്കളും പ്രിയ മക്കളും ആദ്യ കർത്താവായ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. അപ്പൊ അത് വെടുത്ത് കടന്നു വരുന്ന ഓരോ ദിവസവും കർത്താവേ ഒരു ദിവസം കർത്താവേ വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. സങ്കീർത്തനക്കാരോടുകൂടി അടിയങ്ങൾക്ക് കുറവായിട്ടോണം അടിയങ്ങളെ സഹായിക്കുന്നവർക്കായി സ്തോത്രം കർത്താവേ. നിന്റെ ഭാരമേ പോവേണമേ നിന്നെ പുലർത്തുകൊണ്ട് വാക്കുവന്ന കർത്താവ് അടിയങ്ങളോട് കൂടിയുള്ളവർ നന്ദിയോടെ സ്തോത്രം കർത്താവേ. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ അവന്റെ ഭാഗമെടുത്തിട്ട് അടിയൻ സമർപ്പിച്ച് കുടുംബമായി ഏൽപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ആവശ്യഭാരങ്ങളിലൊക്കെ അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പുനമേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നതോടുകൂടി സകലവും തരാമെന്ന് വാക്കുവന്ന കർത്താവ് ഞങ്ങളോട് കൂടെയുള്ളതോർക്ക് സ്തോത്രം ചെയ്യുകയാണ് സ്തുതിക്കുകയാണ് കർത്താവേ. കർത്താവിന്റെ കരാജ്യങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ അവചനത്തിനായുള്ള വിശപ്പ് തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പത്തിനായുള്ള വിശപ്പന്റെ വെള്ളത്തിനായുള്ള ദാഹമന്റെ കർത്താവേ. ദൈവവചനത്തിനായുള്ള വിശപ്പ് തന്നെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ കൂടുതലുകളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓരോ ഞായറാഴ്ച നിങ്ങൾക്ക് ഇങ്ങനെ കടന്നു വരുവാൻ പോകണം അവിടുന്ന് നിങ്ങളെ ഒരിക്കൽ കൃപയ്ക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കൊച്ചാനിയ പരവാദി സമർപ്പിച്ച പ്രാർത്ഥിക്കുന്ന കർത്താവേ. എത്രത്തോളം അവിടുന്ന് കരുതി വഴി നടത്തുന്ന പര്യങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ആരോഗ്യത്തോടെ ബലത്തോടെ ഓരോ ദിനവും നടത്തുന്നവർക്കായി സ്തോത്രം കർത്താവേ. അന്യെ ഏൽപ്പിക്കുന്നു നിങ്ങളായി നിങ്ങൾക്ക് കർത്താവിന്റെ കരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ രക്തകോട്ടയ്ക്ക് അവരെ മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ കാലവീടുകളിൽ നോക്കി കർത്താവ് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപകടം മൂലം കർത്താവെ ആശുപത്രിക്കായി കിടക്കുകയായിരിക്കുന്നു കർത്താവിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് അവസ്ഥയുള്ള കാലുകളോടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടികൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കൂടുതൽ ആശ്വാസം കൊടുക്കണമേ. ഒരു കുഴപ്പവുമില്ലാതെ കടന്നു വരുവാനോടെ എൻ്റെ അപ്പനോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവേ. ഞങ്ങൾ കർത്താവേ ഒരു കുഴപ്പവുമില്ലാതെ കർത്താവേ അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് മകളെ ഏൽപ്പിക്കുന്നു കർത്താവ്. അവിടുന്ന് തൊടണമേ തടവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ അടിപ്പിണരാജോട് സൗഖ്യം കൊടുത്ത് അവിടുന്ന് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങളുടെ കർത്താവേ പാപപ്രായമായ കുഞ്ഞുങ്ങളെയൊക്കെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അനുജ്ഞായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങൾക്കുള്ളതായ കുഞ്ഞുങ്ങളെ എൻ്റെ കർത്താവ് അവിടുന്ന് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് പ്രവർത്തിക്കാവുന്ന വാക്കുവന്ന് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അവിടുന്ന് ഇത്രയും വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ ഓരോ കണ്ടാവുന്ന വാക്കുവന്ന് കർത്താവ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കരുതണമേ. അവരെ അപാകപ്പെടുത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനവുമായി കർത്താവേ. അടിയങ്ങൾക്ക് വേണ്ടുന്ന വചനം നമ്മൾ അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നതാണ്. ആ ക്രൂസിന്റെ മറവിൽ മറച്ചു നിർത്തി കർത്താവ് മകനെ യോഗ്യങ്ങൾക്ക് വചനത്തെ കൈമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കേൾക്കുന്ന വചനങ്ങളെ ഹൃദയത്തിന്റെ മാംസപ്പടികയിൽ പരിശുദ്ധാത്മാവിനാൽ അവിടുത്തെ പെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടങ്ങളെ ആദോണം കർത്താവേ. ഫലം പുറപ്പെടുവിക്കുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നപ്പ നിങ്ങളുടെ ജീവിതത്തിന് ഉപകാരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിലുള്ള വിശ്വാസം അടിയങ്ങളെ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയന്റെ കുറവുകളെ ബലഹീനതകളൊന്നാകാതെ അനുഗ്രഹത്തിന് തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വരാൻ സാധിക്കാത്ത മക്കളെയൊക്കെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. പല സാഹചര്യങ്ങളാൽ കർത്താവേ ഒക്കെയും കടന്നു വരാതിരിക്കുന്നു. അപ്പന്റെ കാലന്റെ മക്കളോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വഴിയായി കർത്താവേ വചനം ശ്രമിക്കുന്ന മക്കളെയൊക്കെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം കൂടി അടിയങ്ങളെ ബാധപ്പെടുത്തിയിരിക്കുന്നു കർത്താവേ. അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നിറച്ച് പറഞ്ഞയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിറവിലാരാധിക്കാനും കർത്താവിനെ സ്തുതിപ്പാനും ഒക്കെ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ നന്മകളാലും കൃപകളാലും അടിയങ്ങളെ നിറച്ച് പറഞ്ഞയക്കുമാറാകണമെന്ന് അടിയങ്ങളെ ജീവൻ നന്നായ മനുഷ്യനെ ഭാഗപ്പെടുത്തി സമർപ്പിക്കുന്നു. കൃപയോട് കേട്ടിട്ട് വരുന്നേ സാധിക്കുന്നു. കാലാലൊക്കെ കഴിഞ്ഞാക്കാം 109-ാമത്തെ പാട്ട്.
വാഴ്വിൻ ഞാൻ നിന്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴ്വിൻ ഞാൻ നിന്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും ആശ്രയിക്കും എല്ലാ നാളും വാഴും ഞാനും നിന്റെ പ്രിയനെ വാഴും ഞാനും നിന്റെ പ്രിയനെ വാഴും ഞാനും രക്ഷിതാവിൻ കൂടെ എപ്പോഴും ആശ്രയിക്കും എല്ലാ നാളും രക്ഷിതാവേ നിന്മയവും കാത്തു കാത്തു ഞാൻ ദുഷ്ടരോഗ കഷ്ടതകളെത്രയെത്തണം എൻ രക്ഷിതാവേ നിന്മയവും കാത്തു കാത്തു ഞാൻ ദുഷ്ടരോഗ കഷ്ടതകളെത്രയെത്തണം നിന്നെ കാണുമ്പോൾ ദുഃഖം തീർന്നു നിന്നെ കാണുമ്പോൾ ദുഃഖം തീർന്നു വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും ആശ്രയിക്കും എല്ലാ നാളും എന്റെ പ്രിയൻ വാനിൽ നിന്നിടുന്ന ഞാൻ കേട്ടിരുന്നു നാട്ടിലെങ്ങുമേ എന്റെ പ്രിയൻ വാനിൽ നിന്നിടുന്ന ഞാൻ കേട്ടിരുന്നു നാട്ടിലെങ്ങുമേ ശാപം പൂരപ്പോ എന്നെ പോറ്റിടോ എന്റെ രക്ഷകനേ എന്നെ പോറ്റിടോ എന്റെ രക്ഷകനേ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും ആശ്രയിക്കും എല്ലാ നാളും ഇന്നലെ കാണുന്നു ഞാൻ പ്രിയ നാടിനോ ഇന്നലെ കാണുന്നു ഞാൻ പ്രിയ നാടിനോ എന്റെ പ്രിയനേ ഒന്നു കാണുക എന്റെ പ്രിയനേ ഒന്നു കാണുക വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും ആശ്രയിക്കും എല്ലാ നാളും വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും ആശ്രയിക്കും എല്ലാ നാളും
രക്ഷിതാവിൻ കൂടെ എപ്പോഴും ദൈവം സ്തോത്രം ചെയ്യാം. ഈ ഞായറാഴ്ചയുടെ സന്ധ്യാസമയത്ത് ദൈവങ്ങൾ ധ്യാനത്തിൽ കടന്നു വരുവാൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, എന്തെല്ലാം ആപത്തും അനർത്ഥങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് ദൈവം ഞങ്ങളെ ഒരു ദിവസം കൂടി കാത്തുവരുവാൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, കുറച്ച് ആളുകളെ വന്നിട്ടുണ്ടെങ്കിലും കർത്താവെ വരാൻ കഴിയാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ പല സാഹചര്യങ്ങളാലായിരിക്കും കർത്താവെ, അവരെയൊക്കെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മോൻച വചനം പറയാൻ എഴുന്നേൽക്കൂ കർത്താവെ, ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യഹോവ ഭക്തിയോടുകൂടി ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ ദൈവസ്നേഹത്തിൽ വളരുവാനും ജീവിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് അപകടം ഹോസ്പിറ്റലായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അത്ഭുത വിടുതലൊക്കെ കൊടുത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥനയിലേക്ക് സ്തോത്രം സലേഷു നാം തന്നെ ആമേൻ. യേശു നല്ലവൻ, യേശു വല്ലവൻ, യേശുദേവോ എന്നും വല്ലത്. യേശു നല്ലവൻ, യേശു വല്ലവൻ,